ഒരു 1000 റുപ്പീസ് പോലും ഇൻഡസ്ട്രിയിൽ നിന്ന് ഏൺ ചെയ്യാത്ത ആൾക്കാരാണ് പഠിപ്പിക്കുന്നത് നമ്മൾ. തൊഴിൽ കിട്ടാതെ അലയുന്ന യുവതികളുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഇനിയും കൂടും, റിവേഴ്സ് മൈഗ്രേഷനും കൂടി ആവുമ്പോഴെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പം അവർക്ക് ബെസ്റ്റ് ട്രെയിനിങ്, ഇപ്പോൾ ഇൻഡസ്ട്രി എന്നാന്ന് ആദ്യം അറിയണം, ഇൻഡസ്ട്രിയും ടെക്നോളജിയായിട്ട് കണക്ട് ചെയ്യാൻ അറിയണം, ഇൻഡസ്ട്രിയുടെ സ്പെസിഫിക്കേഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റിക്വയർമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോവർ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് എന്നാണെന്ന് അറിയണം. ടെക്നോളജിയുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അറിയണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കോഴ്സ് ഫുൾഫിൽ ആകത്തുള്ളൂ. അപ്പോൾ നമ്മളെ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ, ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയായിട്ട് യാതൊരു കണക്ഷനും കാണത്തില്ല. ഇൻഡസ്ട്രിയുടെ സ്പെസിഫിക്കേഷൻസോ റൂൾസോ ഒന്നും അറിയാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ ടീച്ചിങ് ഫീൽഡിലോട്ട് വരുന്നത്. ഒരു 1000 റുപ്പീസ് പോലും ഇൻഡസ്ട്രിയിൽ നിന്ന് ഏൺ ചെയ്യാത്ത ആൾക്കാരാണ് പഠിപ്പിക്കുന്നത് നമ്മൾ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിലോട്ട് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നത്. നല്ല ജോലി എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടഡ് ഫേം, ലീഡിങ് കമ്പനി. ഇപ്പോൾ ലീഡിങ് കമ്പനിയിലേക്ക് എത്തണമെങ്കിൽ അതിന് നിലവാരം വേണം. വെറുതെ ജോലി കിട്ടത്തില്ല. അപ്പം ആ നിലവാരം, ക്വാളിറ്റി ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നോ ആ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം മറ്റുള്ളവർക്ക് ഏറ്റവും ബെനിഫിറ്റ്സ് ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനമായിരിക്കും.